ഓക്കെ, അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞത് കൺസ്യൂമർ, കൺസംഷൻ, യൂട്ടിലിറ്റി, 3 approaches regarding utility, consumption bundle, budget set, consumers budget constraint. ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് ബഡ്ജറ്റ് ലൈനുണ്ട്. ബഡ്ജറ്റ് ലൈൻ മീൻസ് എ ലൈൻ ദാറ്റ് joining all consumption bundle if a consumer spend his entire income on that 2 goods. Suppose that a consumer purchased 2 goods out of his income. If he spend his entire income on that 2 goods, the various combinations of these 2 goods can be joined by a straight line. That straight line is known as a budget line. So budget line means a line that is joining all consumption bundle. When a consumer spend his entire, that means all income on that commodities. ഒരു കൺസ്യൂമർ തൻ്റെ വരുമാനം മുഴുവൻ 2 സാധനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന എല്ലാ കോമ്പിനേഷനുകളും 2 സാധനങ്ങളുടെയും എല്ലാ അനുപാതങ്ങളെയും ചേർത്ത് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ് ലൈൻ. സോ ദി ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ ഈസ് P1x1 പ്ലസ്, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു M. P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു M എന്ന് വെച്ചാൽ M ഈസ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അപ്പോൾ എത്രത്തോളം ഗുഡ് 1 വാങ്ങി, X1 ക്വാണ്ടിറ്റി ഗുഡ് 1, എത്രത്തോളം ഗുഡ് 2 വാങ്ങി, X2 ക്വാണ്ടിറ്റി ഗുഡ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഇനിയും ഇവിടെ 6 മാർക്കിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരികയാണ്. ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈസ് ₹20. കൺസ്യൂമറുടെ ഇൻകം 20 രൂപ. കൺസ്യൂമർ കയ്യിൽ 20 രൂപയുണ്ട്. ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ് 1 ഈസ് ₹5 ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ് 2 ഈസ് ₹4. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നേക്കാണ്. 20 രൂപ ഒരു കൺസ്യൂമർ കയ്യിലുണ്ട്. അയാൾ 2 സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഗുഡ് 1 ആൻഡ് ഗുഡ് 2. ഗുഡ് 1ൻ്റെ വില 5 രൂപ, ഗുഡ് 2ൻ്റെ വില 4 രൂപ. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഫൈൻഡ് ദി കൺസംഷൻ ബണ്ടിൽ ഓൺ ദി ബഡ്ജറ്റ് ലൈൻ. ഫൈൻഡ് ദി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ എക്സ് ആക്സിസിൽ എവിടെ വന്ന് നിൽക്കുന്നു, അതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഫൈൻഡ് ദി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, വൈ ആക്സിസിൽ എവിടെ വന്ന് നിൽക്കുന്നു. ഡ്രോ ദി ബഡ്ജറ്റ് ലൈൻ. ഇത്രയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഞാൻ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു. P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു M. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഗുഡ് 1ൻ്റെ വില എത്രയാണ് തന്നിട്ടുണ്ട്, 5. ദാറ്റ് മീൻസ് P1 5. 5x1 പ്ലസ് P2ൻ്റെ വില എത്രയാണ്, 4. 4x2 ഈസ് ഈക്വൽ ടു 20. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പം ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഓർത്തിരിക്കണം. P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു M. M മീൻസ് ഇൻകം. P1 price of good 1, P2 price of good 2. X1 is the quantity of good 1 purchase, X2 is the quantity of good 2 purchase. അങ്ങനെയാണെങ്കിൽ അയാൾ വാങ്ങിയാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5x1, അതായത് ഗുഡ് 1ൻ്റെ ഒരു യൂണിറ്റിൻ്റെ വില 5 രൂപയാണ്. അത് വെച്ച് അയാൾ എത്ര യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കുന്നു, അതേ അധികം. ഒരു യൂണിറ്റ് ഗുഡ് 2ൻ്റെ വില 4 രൂപയാണ്. 4 രൂപ വെച്ച് അയാൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് ഗുഡ് 2. ഇത് രണ്ടും കൂടി വാങ്ങിയാൽ എവിടെ നിൽക്കണം, അയാളുടെ ഇൻകമായ 20 രൂപയിൽ നിൽക്കണം. ദാറ്റ് ഈസ് 5x1 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 20. ദാറ്റ് ഈസ് ദി ആൻസർ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓൺ ബഡ്ജറ്റ് ലൈൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ നോക്കുന്നത്. ഫൈൻഡ് ദി കൺസംഷൻ ബണ്ടിൽ ഓൺ ദി ബഡ്ജറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈനിലെ കൺസംഷൻ ബണ്ടിൽ എത്രയാണ് എന്ന് എഴുതാം. ഇപ്പം എൻ്റെ പോക്കറ്റിൽ 20 രൂപയാണ് ഇരിക്കുന്നത്. ഞാൻ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുന്നു. എനിക്ക് 2 സാധനങ്ങൾ വേണം, ഗുഡ് 1ഉം ഗുഡ് 2, അല്ല ഗുഡ് എക്സ് ഗുഡ് എനിവേ 2 സാധനങ്ങൾ വേണം.
ഞാൻ നോക്കി, ഒന്നാമത്തെ സാധനത്തിന് വില ഒരു യൂണിറ്റിന് 5 രൂപ, രണ്ടാമത്തെ സാധനത്തിന് വില ഒരു യൂണിറ്റിന് 4 രൂപ. അപ്പോൾ ഏതൊക്കെ അനുപാതത്തിൽ എനിക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ കഴിയും? വാങ്ങാൻ കഴിയുന്ന ഓരോ അനുപാതത്തെയും ഓരോ ബണ്ടിലുണ്ട്. ആ വാങ്ങാൻ കഴിയുന്ന എല്ലാ അനുപാതവും നമ്മളിവിടെ എഴുതണം. അതാണ് കൺസംഷൻ ബണ്ടിൽ ഓൺ ദി ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ അനുപാതം എഴുതുകയാണ്. ഞാൻ 2 സാധനവും വാങ്ങിക്കുന്നില്ല. കാരണം 5 രൂപ വിലയ്ക്ക് എനിക്ക് ഗുഡ് 1 അത് വേണ്ട, 4 രൂപ വിലയ്ക്ക് ഗുഡ് 2 എനിക്ക് വേണ്ട, വാങ്ങിക്കാതിരിക്കാം. 20 രൂപയും എൻ്റെ പോക്കറ്റിലിരിക്കും. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 1 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കാം, ഗുഡ് 2 വാങ്ങാതിരിക്കാം. അല്ലെങ്കിലോ 2 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കാം, ഗുഡ് 2 വാങ്ങാതിരിക്കാം. അപ്പം 2 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിച്ചോ 10 രൂപ വിലവായി, ബാക്കി 10 രൂപ എൻ്റെ പോക്കറ്റിലിരിക്കും. ഇനി വേണമെങ്കിൽ എനിക്ക് 3 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കാം, അപ്പോഴും ഗുഡ് 2 വാങ്ങാതിരിക്കാം. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 4 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കാം, ഗുഡ് 2 വാങ്ങിക്കാതിരിക്കാം. ഇപ്പം ഇവിടെ 20 രൂപ എൻ്റെ പോക്കറ്റിലിരിക്കുകയാണ്. ഇവിടെ 5 രൂപ ഞാൻ ചിലവാക്കിയുള്ളൂ, 15 രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. ഇവിടെ 2 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിച്ചു, ഒരു യൂണിറ്റ് 5 രൂപ വെച്ച് 10 രൂപ ചിലവായി, ബാക്കി 10 രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. ഈ കോമ്പിനേഷൻ വാങ്ങിക്കുന്നെങ്കിൽ 15 രൂപ ഞാൻ ചിലവാക്കി, ബാക്കി 5 രൂപ എൻ്റെ പോക്കറ്റിലുണ്ട്. ഈ കോമ്പിനേഷൻ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ 4 യൂണിറ്റ് ഗുഡ് 1 വാങ്ങി 20 രൂപ ചിലവ്, എൻ്റെ പോക്കറ്റിൽ പൈസയൊന്നും ഇല്ല. ഇതിൽ ഏതൊരു കോമ്പിനേഷൻ വേണമെങ്കിലും എനിക്ക് തിരഞ്ഞെടുക്കാം. ഏത് തിരഞ്ഞെടുക്കുമെന്നത് സാധനം വാങ്ങാൻ പോകുന്ന ആളിൻ്റെ മനോഭാവം പോലെ ഇരിക്കും. ഏത് വേണമെങ്കിലും അയാൾക്ക് വാങ്ങാം. ഇനിയും വേറൊരു കോമ്പിനേഷൻ നമുക്ക് നോക്കാം. ഇങ്ങനെ വേണമെങ്കിൽ അയാൾക്ക് വാങ്ങിക്കാം. 1 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കാം. പിന്നെ എത്ര യൂണിറ്റ് ഗുഡ് 2 വാങ്ങിക്കാം? ഇനി 1 യൂണിറ്റ് ഗുഡ് 2 വാങ്ങിക്കാം എന്നൊന്ന് സങ്കല്പിക്കുക. എത്ര രൂപ ചിലവായി? 1 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിച്ചപ്പോൾ 5 രൂപ പോയി. 1 യൂണിറ്റ് ഗുഡ് 2 വാങ്ങിച്ചപ്പോൾ എത്ര രൂപ പോയി? 4 രൂപ. 5 4 9 രൂപ പോയി. ബാക്കി 11 രൂപ അയാളുടെ കയ്യിൽ ഉണ്ട്. ഇനി വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? 2 യൂണിറ്റ് ഒരു യൂണിറ്റ് ഗുഡ് 1ഉം 2 യൂണിറ്റ് ഗുഡ് 2ഉം വാങ്ങിക്കാം. അപ്പോൾ 5 ഗുഡ് 1ൻ്റെ 1 യൂണിറ്റ് വാങ്ങിച്ചപ്പോൾ 5 രൂപ പോയി. ഗുഡ് 2ൻ്റെ 2 യൂണിറ്റ് വാങ്ങിച്ചപ്പോൾ 4 4 8 രൂപ, 8 5 13 രൂപ പോയി. വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? 1 യൂണിറ്റ് ഗുഡ് 1ഉം 3 യൂണിറ്റ് ഗുഡ് 2ഉം വാങ്ങിക്കാം. അപ്പോൾ എത്ര രൂപയായി? 5 രൂപ ഗുഡ് 1ന് പോയി, 12 12 5 17 ആയി. അപ്പോൾ ഇത്രയും വാങ്ങിക്കാൻ പറ്റും. അടുത്ത 1 യൂണിറ്റ് ഗുഡ് 1ഉം 4 യൂണിറ്റ് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുമോ അയാൾക്ക്? 1 യൂണിറ്റ് ഗുഡ് 1ഉം 4 യൂണിറ്റ് ഗുഡ് 2ഉം വാങ്ങിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? 1 യൂണിറ്റ് ഗുഡ് 1ന് 5 രൂപ പോയി, 4 യൂണിറ്റ് ഗുഡ് 1ന് എത്ര വേണം? 20 രൂപ വേണം. അപ്പോൾ 25 രൂപ ഇല്ല, അയാളുടെ 20 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് അയാൾക്ക് ഈ ഒരു കോമ്പിനേഷനിലേക്ക് ചെന്നെത്താൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ അയാൾക്ക് വാങ്ങാം. ഇനി അയാൾക്ക് മറ്റൊരു കോമ്പിനേഷൻ വാങ്ങിക്കാമല്ലോ. അയാൾ എന്ത് ചെയ്യുന്നില്ല? ഗുഡ് 1 വാങ്ങിക്കുന്നില്ല, ഗുഡ് 2 1 യൂണിറ്റ് വാങ്ങിക്കുന്നു. അപ്പോൾ 4 രൂപയെ പോയുള്ളൂ, 16 രൂപ അയാളുടെ പോക്കറ്റിലുണ്ട്. ഇനി അടുത്ത വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വാങ്ങിക്കാം. 2 യൂണിറ്റ് ഗുഡ് 2 വാങ്ങിക്കാം, 8 രൂപ ചിലവാക്കി, ബാക്കി 12 രൂപയുടെ പോക്കറ്റിലുണ്ട്. അടുത്ത വാങ്ങിക്കാം. ഇങ്ങനെ വാങ്ങിക്കാൻ വേണമെങ്കിൽ അയാൾക്ക്, കാരണം എത്രയായി? 4 12 രൂപയാണ് ചിലവാക്കി, ബാക്കി 8 രൂപയുടെ പോക്കറ്റിലുണ്ട്. ഇനി അയാൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? 0 4 ഇങ്ങനെ വാങ്ങിക്കാം. 4 4 16 രൂപ, 16 രൂപ ഗുഡ് 2ന് വേണ്ടി ചിലവാക്കി, വീണ്ടും 4 രൂപ ഉണ്ട്. വീണ്ടും അയാൾക്ക് വേണമെങ്കിൽ എങ്ങനെ വാങ്ങിക്കാം? 0 5 ഇങ്ങനെ വാങ്ങിക്കാം. ഇതിലേത് ബണ്ടിൽ വേണമെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ വയ്ക്കും? വാങ്ങിക്കാൻ കഴിയും. ഇനി അടുത്തൊരു കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 1 യൂണിറ്റ് ഗുഡ് 1ഉം നമ്മൾ നേരത്തെ പറഞ്ഞു 1 യൂണിറ്റ് ഗുഡ് 1ഉം 1 യൂണിറ്റ് ഗുഡ് 2ഉം വാങ്ങിച്ചു. 1 2 ഈ രീതിയിൽ ഇതിലേത് കോമ്പിനേഷൻ വേണമെങ്കിലും അയാൾക്ക് വാങ്ങിക്കാൻ കഴിയും. ഇനിയും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, അയാളുടെ മുഴുവൻ ഇൻകവും ഗുഡ് 1ന് വേണ്ടി ചിലവാക്കിയാൽ, മുഴുവൻ ഇൻകവും ഗുഡ് 1ന് വേണ്ടി ചിലവാക്കിയാൽ ഈ കോമ്പിനേഷൻ വരെ അയാൾക്ക് വാങ്ങിക്കാൻ കഴിയും. മുഴുവൻ ഇൻകവും ഗുഡ് 2ന് വേണ്ടി ചിലവാക്കിയാൽ ഈ കോമ്പിനേഷൻ അയാൾക്ക് വാങ്ങിക്കാൻ കഴിയും. ഇതിനിടയിലുള്ള ഏതൊരു കോമ്പിനേഷൻ വേണമെങ്കിലും അയാൾക്ക് സെലക്ട് ചെയ്യാം. ഏത് സെലക്ട് ചെയ്യുമെന്നുള്ളത് കൺസ്യൂമറുടെ താല്പര്യമാണ്.
കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഈ ബണ്ടിലിന് അപ്പുറത്തേക്ക് എന്നുവെച്ചാൽ 4 യൂണിറ്റിൽ കൂടുതൽ ഗുഡ് 1 വാങ്ങിക്കാൻ പറ്റില്ല, 5 യൂണിറ്റിൽ കൂടുതൽ ഗുഡ് 2 വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടിലും ഇടയിൽ നിന്നുകൊണ്ട് ഏതൊരു ബണ്ടിലും അയാൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അടുത്തത് ഇത് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നു, ഫൈൻഡ് ദി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് സമം m divided by p1. m divided by p1. m means income of the consumer, p1 means price of the consumer, is equal to 20/5 സമം 4. ഇതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അയാൾ വാങ്ങിയാൽ നടക്കി ഈ 4 ഇവിടം വരെ വാങ്ങിക്കാൻ പറ്റും. എക്സ് ആക്സിലാണ് എപ്പോഴും ഗുഡ് 1ഉം വൈ ആക്സിൽ ഗുഡ് 2 ആയിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം വാങ്ങിയ ഗുഡ് 1 വാങ്ങിച്ചാൽ അയാൾക്ക് ഇവിടം വരെ ഗുഡ് 1 വാങ്ങിക്കാം, 4 യൂണിറ്റ്. ഇനിയും അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m divided by p2. That means 20/4 സമം 5. ഇത് എന്നുവെച്ചാൽ മുഴുവൻ എമൗണ്ടും കൊടുത്തോട്ട് അയാൾ ഗുഡ് 2 വാങ്ങിയാൽ അയാൾക്ക് ഇവിടം വരെ ഗുഡ് 2 വാങ്ങിക്കാൻ പറ്റും. ബാക്കി ഇതിനിടയിലുള്ള മറ്റേതൊരു ബണ്ടിലുമാണ് അയാൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നത്. ഈ 2 പോയിന്റ് ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൺസ്യൂമറുടെ ബഡ്ജറ്റ് ലൈൻ കിട്ടും. 5, 4 ഇങ്ങോട്ട് ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൺസ്യൂമറുടെ ബഡ്ജറ്റ്. ഇതാണ് കൺസ്യൂമറുടെ ബഡ്ജറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ബഡ്ജറ്റ് ലൈൻ എഴുതണം. 5x1 plus 4x2 is equal to 20. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് ഇത്രയും നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് 6 മാർക്കായിരിക്കും. ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ തരും. സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് എ കൺസംഷൻ ബണ്ടിൽ ഓൺ ദി ബഡ്ജറ്റ് ലൈൻ. കൺസംഷൻ ബണ്ടിൽ എഴുതി. അത് കഴിഞ്ഞാൽ ഫൈൻഡ് ദി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എഴുതി. പിന്നെ ഫൈൻഡ് ദി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എഴുതി. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാം, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ്, ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ -p1 divided by p2. -p1 divided by p2. ഇനി എന്തുകൊണ്ടാണിത് മൈനസ് വന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ബഡ്ജറ്റ് ലൈൻ എന്താണ്? ഇറ്റ് ഇസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടോപ്പ് ടു റൈറ്റ് ബോട്ടം. ഇടത്ത് മുകളിൽ നിന്ന് വലത്ത് താഴേക്ക് സ്ലോപ്പ് ചെയ്യുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് ബഡ്ജറ്റ് ലൈൻ. അതിൻ്റെ അർത്ഥം, if we want to purchase more of good 1, we can purchase only less of good 2. This is because income available to the consumer is fixed 20. അപ്പോൾ കൺസ്യൂമർക്ക് ലഭ്യമായിരിക്കുന്ന ഇൻകം സ്ഥിരമായിരിക്കുന്നത് കൊണ്ട് ഗുഡ് 1 കൂടുതൽ വാങ്ങിയാൽ അയാൾക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? ഗുഡ് 2 കുറച്ച് മാത്രമേ വാങ്ങാൻ കഴിയൂ. അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് ലൈൻ ഡൗൺവേർഡായിട്ട് സ്ലോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ലൈനിൻ്റെ ഈ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് -p1 divided by p2. നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് വെച്ച് p1 എത്രയാണ്? -5 ഭാഗം p2 എത്രയാണ്? 4 is equal to -1 point something എന്നിട്ട് -1.222. This is the slope of budget line. ബഡ്ജറ്റ് ലൈൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -p1 divided by p2. അപ്പം നമുക്ക് ഇക്വേഷൻ 3 ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ p1x1 plus p2x2 is equal to m. അതിന് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m divided by p1. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m divided by p2. ഇനി ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -p1 divided by p2. അപ്പോൾ ഇത്രയും ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ കൺസംഷൻ ബണ്ടിൽ മുഴുവൻ എഴുതാം. ഇതിപ്പോൾ 0 നമ്മൾ എഴുതാം. ഇവിടെയാണത് വരുന്നത്. കാരണം 2 വാങ്ങിക്കുന്നില്ല, ഗുഡ് 2 വാങ്ങിക്കുന്നില്ല, ഗുഡ് 1 വാങ്ങിക്കുന്നില്ല. അടുത്ത 10. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 1 എന്ന് പറയുന്നത് എന്താണ്? ആദ്യം എഴുതിയിരിക്കുന്ന ഗുഡ് 1 ആണ്. ഒന്നും അതായത് ഇവിടെ എഴുതാം. ഇതാണ് 10 എന്ന് പറയുന്നത്.
അടുത്ത 2 0, അതാ ഇവിടെ എഴുതാം 2 0. അടുത്ത ഇത് 3 0, ഇത് 4 0. നേരെ തിരിച്ചു നോക്കിയേ, ഇപ്പുറത്തേക്ക് നമുക്ക് നോക്കിയാൽ എങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്? 0 1, അവിടെ കൂട്ട് 1 വാങ്ങിക്കുന്നില്ല, കൂട്ട് 2 ഒന്ന് വാങ്ങിയതാ. ഇത് 0 1, ഇത് 0 2, ഇത് 0 3, ഇത് 0 4, ഇത് 0 5. അതിനുശേഷം വരെ നോക്കിയാൽ 1 1 ഒന്ന്, ഇതിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 1. അടുത്ത 1 2 നമുക്ക് ഇങ്ങനെ ഏത് വേണം 2 2, ഇതിന് ഏത് വേണമെങ്കിലും എഴുതാൻ പറ്റും. ഇനിയും ഇതിനകത്തുള്ള കൺസംഷൻ ബണ്ടിൽ കുറച്ചുകൂടെ നമുക്ക് എഴുതാം. 2 2 എഴുതാം. 2 2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? 2 യൂണിറ്റ് ശ്രദ്ധിക്കുക, 2 യൂണിറ്റ് ഗുഡ് 1 വാങ്ങി 10 രൂപ പോയി. വേണമെങ്കിൽ അയാൾക്ക് 2 യൂണിറ്റ് എന്തുകൂടെ വാങ്ങിക്കാം? ഗുഡ് 2 വാങ്ങിക്കാം. 10 2 യൂണിറ്റ് 18 രൂപ പോയി, ബാക്കി 2 രൂപയുടെ പോകറിലിരിക്കും. ഇനിയും നേരെ തിരിച്ചോ, അല്ലെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഒരു കൺസ്യൂമർ മാക്സിമം വാങ്ങിയാൽ ഗുഡ് 1 എത്ര വാങ്ങിക്കാൻ പറ്റും? ഗുഡ് 1 മൊത്തം ഗുഡ് 1 എത്ര വാങ്ങിക്കാൻ പറ്റും? ഗുഡ് 2 വാങ്ങിയാൽ മാക്സിമം എത്ര ഗുഡ് 2 വാങ്ങിക്കാൻ പറ്റും? അപ്പോൾ ബഡ്ജറ്റ് ഓൺ ദി ബഡ്ജറ്റ് ലൈൻ ഇത്രയുമാണ് ഇതിൻ്റെ ഈ ഒരു പോർഷൻ. ഇനി നമുക്ക് അവിടുന്ന് അടുത്ത പഠിക്കാനുള്ളത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൈസ് റേഷ്യോ ഒട്ടാണ് എടുക്കേണ്ടത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കും. ഓക്കെ, താങ്ക്സ് ഓൾ ഓഫ് യു. ഓക്കെ, നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു. ഞാൻ ആ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നതിൻ്റെയും കൺസംഷൻ ബണ്ടിൽ എഴുതുന്നതിൻ്റെയും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പും കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലവും കൂടി നിങ്ങൾക്ക് ചെയ്യുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ കുറേ കാലത്തെ ക്വസ്റ്റ്യൻ എടുത്തു പോയിക്കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കിക്കൊണ്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുന്നില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഈവൻ ഇത് ടച്ച് ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ബഡ്ജറ്റ് ലൈൻ ടച്ച് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറില്ല. ഏറ്റവും മിനിമം ആയാൽ 2 മാർക്ക്, ഏറ്റവും മാക്സിമം ആയാൽ 8 മാർക്ക്. ഇപ്പോൾ 2 മാർക്ക് തൊട്ട് 8 മാർക്ക് ഇത് എത്രയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചെന്ന് നിൽക്കും, ചിലപ്പോൾ 8 മാർക്ക് വരെ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ 2 തൊട്ട് 8 മാർക്കിൻ്റെ വരെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് ഈ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അതും ടച്ച് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻകം ഈസ് ₹30, പ്രൈസ് ഓഫ് ഗുഡ് 1 ഈസ് ₹6, പ്രൈസ് ഓഫ് ഗുഡ് 2 ഈസ് ₹5. കൺസ്യൂമർക്ക് 30 രൂപ കൺസ്യൂമർക്ക് വരുമാനമുണ്ട്, ഇൻകം ഉണ്ട്. അപ്പോൾ 2 സാധനങ്ങളാണ് അയാൾ വാങ്ങിക്കുന്നത്, ഗുഡ് 1ഉം ഗുഡ് 2. ഗുഡ് 1ൻ്റെ വില 1 യൂണിറ്റിന് 6 രൂപ, ഗുഡ് 2ൻ്റെ 1 യൂണിറ്റിൻ്റെ വില 5 രൂപ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി കൺസംഷൻ ബണ്ടിൽ ഓൺ ദി ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിലെ കൺസംഷൻ ബണ്ടിൽ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ഫൈൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഡ്രോ ബഡ്ജറ്റ് ലൈൻ. അതുപോലെ തന്നെ ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ 1 2 3 4 5 6 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ 6 മാർക്ക് തന്നെയായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ഇതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് തന്ന വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്ത് ഇവിടെ P1 എത്രയാണ്? 6. അപ്പോൾ ഈസ് ഈക്വൽ ടു 6x1 പ്ലസ് P2 എത്രയാണ്? 5. 5x2 ഈസ് ഈക്വൽ ടു M എത്രയാണ്? 30. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. 6x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 30. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ചെയ്യാണ്. ഫൈൻഡ് ദി കൺസംഷൻ ബണ്ടിൽ ഓൺ ദി ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിലെ ഓർ ഫൈൻഡ് ദി കൺസംഷൻ ബണ്ടിൽ. കൺസംഷൻ ബണ്ടിൽ എഴുതുക. നമുക്ക് പറയാം, നേരത്തെ പറഞ്ഞ പോലെ പറയാം, കൺസ്യൂമർക്ക് 2 വാങ്ങിക്കാൻ താല്പര്യമില്ല. എന്നുവെച്ചാൽ ഗുഡ് 1ന് 6 രൂപ കൊടുക്കാൻ അയാൾക്ക് താല്പര്യമില്ല, ഗുഡ് 2ന് 5 രൂപ കൊടുക്കാനും താല്പര്യമില്ല. വേണമെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ചെയ്യാം, 2ഉം വാങ്ങിക്കാതിരിക്കാം. അത് അയാളുടെ താല്പര്യമാണ്, കൺസ്യൂമർ താല്പര്യമാണ്. ആ വിലയ്ക്ക് അയാൾക്ക് വേണ്ട. വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? 1 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കാം, 1 യൂണിറ്റ് ഗുഡ് 1, ഗുഡ് 2 വാങ്ങിക്കുന്നില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കാം, ഗുഡ് 2 വാങ്ങിക്കാതിരിക്കാം. 3 യൂണിറ്റ് ഗുഡ് 1 വാങ്ങിക്കാം, ഗുഡ് 2 വാങ്ങിക്കാതിരിക്കാം.
4 യൂണിറ്റ് ഗുഡ് വൺ വാങ്ങിക്കാം, ഗുഡ് ടു വാങ്ങിക്കാതിരിക്കാം. 5 യൂണിറ്റ് ഗുഡ് വൺ വാങ്ങിക്കാം, ഗുഡ് ടു വാങ്ങിക്കാം. ഇത്രയൊക്കെ വാങ്ങിക്കാം. ഒരു 5 യൂണിറ്റ് ഗുഡ് വൺ വരെ വാങ്ങിക്കാൻ പറ്റും. കാരണം എന്താ, ഗുഡ് വൺ ഒരു യൂണിറ്റിന് വില 6 രൂപയാണ്. 6, 5, 30, അയാളുടെ ഇൻകം 30 കഴിയും. അല്ലാതെ 6 യൂണിറ്റ് ഗുഡ് വൺ വാങ്ങിക്കാൻ പറ്റുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ കൺസ്യൂമറിൽ 36 രൂപ വേണമായിരുന്നു. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും, ഇതിലേത് കോമ്പിനേഷൻ വേണമെങ്കിലും അയാൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നേരെ തിരിച്ച് നമുക്ക് നോക്കാമല്ലോ. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഗുഡ് വൺ വാങ്ങിക്കാതിരിക്കാം, ഗുഡ് ടു 1 യൂണിറ്റ് വാങ്ങിക്കാം. അപ്പം 5 രൂപ ചിലവുള്ളൂ, ബാക്കി 25 രൂപയുടെ പോക്കറ്റിലിരിക്കും. ഗുഡ് വൺ വാങ്ങിക്കാതിരിക്കാം, ഗുഡ് ടു 2 എണ്ണം വാങ്ങിക്കാം, അല്ലെങ്കിൽ 3 എണ്ണം വാങ്ങിക്കാം, അല്ലെങ്കിൽ 4 എണ്ണം വാങ്ങിക്കാം, അല്ലെങ്കിലോ 5 എണ്ണം വാങ്ങിക്കാം, അല്ലെങ്കിൽ 6 എണ്ണം വരെ വാങ്ങിക്കാം. ഗുഡ് ടു ആണെങ്കിൽ 6 എണ്ണം വരെ വാങ്ങിക്കാം. കാരണം എന്താ, ഗുഡ് ടുവിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില 5 രൂപയാണ്. 6, 5, 30. ഇനി ഇതിനിടയ്ക്കുള്ള പല കോമ്പിനേഷനായിരിക്കും വാങ്ങിക്കാൻ കഴിയും. എങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 1 യൂണിറ്റ് ഗുഡ് വൺ വാങ്ങിക്കാം, 1 യൂണിറ്റ് ഗുഡ് ടു വാങ്ങിക്കാം, അത് അയാളുടെ താല്പര്യം. അല്ലെങ്കിലോ പിന്നെ ബാക്കി നമ്മൾ എഴുതിയിട്ടുണ്ട്, 2, 1 നമ്മൾ എഴുതിയിട്ടുണ്ട്. 2, 0 വേണമെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാം. 2 യൂണിറ്റ് ഗുഡ് വൺ വാങ്ങിക്കാം. അപ്പോൾ എത്രയായി? 12 രൂപ. പിന്നെ 2 യൂണിറ്റ് അയാൾക്ക് നിന്ന് വാങ്ങിക്കാം, ഗുഡ് ടു വാങ്ങിക്കാം. അപ്പോൾ എത്ര രൂപയായി? 12ഉം 10ഉം 22 രൂപ. ബാക്കി 8 രൂപയുടെ പോക്കറ്റിലിരിക്കും. വേണമെങ്കിൽ 3 യൂണിറ്റ് ഗുഡ് വൺ വാങ്ങിക്കാം. അപ്പോൾ എത്ര രൂപയായി? 6, 3, 18 രൂപയായി. ബാക്കി എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ? 2 എണ്ണം വാങ്ങിക്കാൻ പറ്റും. 18ഉം 10ഉം 28. എന്നുവെച്ചാൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല? 30 രൂപയ്ക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. 30 രൂപയ്ക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഏത് അനുപാതത്തിൽ വേണമെങ്കിലും കൺസ്യൂമർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിലേത് കൺസംഷൻ ഫണ്ടിൽ വേണമെങ്കിലും കൺസ്യൂമർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് രീതിയിൽ നമുക്ക് തിരിച്ചു എഴുതാം. നേരത്തെ പറഞ്ഞു 2 യൂണിറ്റ് 1, 2 നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ. 1 യൂണിറ്റ് ഗുഡ് വൺ വാങ്ങിച്ചു, 2 യൂണിറ്റ് ഗുഡ് ടു വാങ്ങിക്കാം. ഈ രീതി വാങ്ങിക്കും. 1 യൂണിറ്റ് ഗുഡ് വണ്ണും 2 യൂണിറ്റ് ഗുഡ്. അപ്പോൾ എത്ര രൂപയായി? ഇത് 6, 10, 16 രൂപയുള്ളൂ. ബാക്കി പൈസ കയ്യിലിരിക്കും. വേണമെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാം. 1, 3 വാങ്ങിക്കാം. 1 യൂണിറ്റ് ഗുഡ് വൺ 6 രൂപ പോയി, 15, 21 രൂപയായി. അല്ലെങ്കിൽ 1, 4, 5 രൂപ, 6 രൂപ, 20. അപ്പോൾ എത്രയായി? 26 രൂപ. അടുത്ത 1, 5 വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലേത് കോമ്പിനേഷൻ വേണമെങ്കിലും കൺസ്യൂമർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് ഇത്രയുമാണ്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൺസംഷൻ ഫണ്ടിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ഓർത്താൽ മതി? കൺസ്യൂമർ 2 സാധനങ്ങൾ വാങ്ങിക്കാം. മാക്സിമം വാങ്ങിയാൽ എവിടം വരെ വാങ്ങിക്കാം? അയാളുടെ കയ്യിലുള്ള ഇൻകം വരെ വാങ്ങിക്കാം. അതിനപ്പുറത്തോട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അതിന് താഴെ നിന്നുള്ള ഏത് അനുപാതം വേണമെങ്കിലും കൺസ്യൂമർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈനൽ കൺസംഷൻ ഫണ്ടിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m/P1 ആണ്. m എത്രയാണ്? 30. 30 / P1 എത്രയാണ്? 6 = 5. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് m/P2 = 30 / 5 = 6. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടു, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദി ബഡ്ജറ്റ് ലൈൻ. അത് നമുക്ക് വരയ്ക്കാം. അതിന് മുമ്പ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദി സ്ലോപ്പ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സ്ലോപ്പ് സമം -P1 / P2 = -P1 എത്രയാണ്? P1 6 - 6 / 5 = -1.2. ഇനിയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും നമുക്കറിയാം y ആക്സിസിൽ ഗുഡ് 2, x ആക്സിൽ ഗുഡ് 1. ഗുഡ് 2 മുഴുവൻ 30 രൂപയും ഗുഡ് 2-ന് വേണ്ടി ചിലവാക്കിയാൽ എത്ര യൂണിറ്റ് ഗുഡ് 2 വാങ്ങിക്കാൻ പറ്റും? 6 യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ദാണ്ട് 1, 2, 3, 4, 5, 6. ഇനി മുഴുവൻ പൈസയും കൂട്ട് 1-ന് വേണ്ടി ചിലവാക്കിയാൽ എത്ര വാങ്ങിക്കാൻ പറ്റും?
5 യൂണിറ്റ്. 1 2 3 4 5 ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ അതായിരിക്കും ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതായിരിക്കും ബഡ്ജറ്റ് ലൈൻ. അതായത് ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഇക്വേഷൻ എഴുതണം. 6x1 + 5x2 = 30. ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാർക്കായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് ലാർജസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പ്രൈസ് റേഷ്യോയെ കുറിച്ച് പറയണം. ആ പ്രൈസ് റേഷ്യോ കൂടെ ഞാനിപ്പോൾ സൂചിപ്പിച്ചേക്കാം നിങ്ങളോട്. പ്രൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എ ഗുഡ് കൺസ്യൂമർ ഈസ് സാക്രിഫൈസ് ടു ഗെറ്റ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് അനദർ ഗുഡ്. ഇപ്പോൾ നോക്കി, P1 സ്ലോപ്പ് എന്ന് പറഞ്ഞത് സ്ലോപ്പ് ഇതാണ്, P1 / P2 ആണെങ്കിൽ പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് P1 / P2 മൈനസ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ലോപ്പ് -P1 / P2 ആണെങ്കിൽ പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് P1 / P2. എന്നുവെച്ചാൽ ഗുഡ് 2ൻ്റെ ഒന്ന് കിട്ടാൻ എത്ര യൂണിറ്റ് ഗുഡ് 1 കൊടുക്കണം, അല്ലെങ്കിൽ ഗുഡ് 1ൻ്റെ ഒന്ന് കിട്ടാൻ എത്ര യൂണിറ്റ് ഗുഡ് 2 കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ ഒരു പോർഷൻ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് സെറ്റാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.